ഏരിയയുടെ പിന്നിലായി മറ്റ് ഏരിയകളും അണിനിരക്കേണ്ടതാണ്. 2 വരികളായി മേഖലാ മാർച്ച് വിഭാഗത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. വികസനത്തിന്റെ നാൾ വേണം, നമുക്ക് എന്ത് വേണം? തുല്യതയുടെ നാൾ വേണം. നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന പ്രത്യേകത ഉണ്ടല്ലോ, ആ പ്രത്യേകതയുടെ നാൾ വേണം. എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ലോകത്തിന്റെ മാതൃകകളുണ്ട്. 100 വയസ്സ് വരെ ജീവിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും വികസനത്തിന്റെ ആഗോള ഉയരങ്ങൾ കയ്യെത്തി പിടിക്കുവാനും കഴിയുന്ന ഒരു കാലത്തിലേക്കുള്ള സഞ്ചാരം. ആ സഞ്ചാരത്തിലേക്കാണ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത കൊണ്ട് അത് ലോകത്ത്, അത് അർജന്റീനയിലും അമേരിക്കയിലെ ബദലാണ്. ആ ബദൽ നയത്തിന്റെ പേരാണ് നമ്മൾ പറയുന്ന നവകേരളം എന്ന ബദൽ നയം. അപ്പൊ നവകേരളം എന്ന ബദൽ നയത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാ? ഉപരിഷ്കരണം മുതൽ നമുക്ക് ചരിത്ര കുട്ടികൾക്ക് ഏറ്റവും മികച്ച അക്കാഡമിക് സൗകര്യമില്ലേ, നല്ല കരിക്കുലം ഫ്രെയിംവർക്ക് ഇല്ലേ, ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ്. ഈ നിലപാടില്ലെങ്കിൽ നമുക്ക് നാളെ ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി വികസിതമായ ഒരു സമൂഹമായി ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നവകേരളം എന്ന് പറയുന്നത് ആ നിലയിൽ മാത്രമുള്ളതല്ല. ഇതെല്ലാം ഇങ്ങനെ നേതൃത്വം മാത്രം മുഖ്യമന്ത്രിയാണ് പറയുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കാത്തതും എന്നാൽ അത് നടപ്പിലാക്കുമെന്ന് പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് എന്റെ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എന്ന് മാത്രമല്ല, എന്താ പറഞ്ഞത്, ഭൂപരിഷ്കരണവും ഭരണപരിഷ്കരണവുമാണ് എന്റെ ഗവൺമെന്റ് യഥാർത്ഥ പ്രധാന അജണ്ട. അങ്ങനെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ഒന്നാമത്തെ ഗവൺമെന്റ് ഭരണപരിഷ്കരണം നടപ്പിലാക്കി. ഓർക്കണം, കേരള കൊടുക്കണമായിരുന്നു. ഒന്നാമത്തെ ഗവൺമെന്റ് മുഖ്യമന്ത്രി നമ്മുടെ സമ്മേളനത്തിൽ ഒന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് മാത്രമല്ല അത് ചോദിക്കാനുള്ള അവകാശം, തൊഴിലവകാശം അംഗീകരിച്ചു, സംഘടിച്ചു. അതിന് മുമ്പ് പറഞ്ഞതാരാ? ഗുരുവാണ്. ഗുരു എന്ത് പറഞ്ഞു? വിദ്യ കൊണ്ട് പ്രവർത്തിക്കുക.
നമ്മുടെ അവകാശങ്ങളെ പറ്റി ചോദിച്ചു. തൊഴിലവകാശങ്ങൾക്കകത്ത് മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ച 54 ദിവസത്തെ ഉജ്ജ്വല ഐതിഹാസിക പണിമുടക്കിലൂടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കേരളത്തിലെ സമരശക്തിയാണ് ദീപനാളം പോലെ പടർന്നു കയറുന്ന ഉജ്ജ്വലമായ സമര ശക്തിയാണ് എന്ന് നമ്മൾ ചരിത്രപരമായി അടയാളപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന എല്ലാ പ്രതിരോധങ്ങളെയും തച്ച് തകർക്കാൻ കഴിയുന്ന സമരാവേശത്തെ ഈ നാട്ടിലാകെ തിരികൊളുത്തി കഴിഞ്ഞപ്പോൾ അതുവരെ പ്രതിരോധ നടപടി നയങ്ങളെടുത്ത അച്യുത മേനോന് 73 തന്നെ ഒന്നാമത്തെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടി വന്നു.